ഞാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മാനേജറെ കണ്ട് വിവരം പറഞ്ഞിട്ട് വരാം. പള്ളിയിലേക്ക് പോകുമ്പോ കൂടെ ആരും വേണ്ടേ? സരസ്വതിക്കൂടെ പരിചയക്കുറവല്ലേ? മറ്റാരും വേണ്ട, ഞാൻ സദ്യ കഴിഞ്ഞു വരും. ആ കെട്ടിടത്തിലല്ലേ എന്റെ മാനേജറുടെ മുറി? അതെ. അകത്ത് വരാം. നമ്മൾ എന്തിനാണ് ചെമ്മണ്ണിൽ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ, അത് പറയാൻ വിട്ടുപോയി. ഇവിടെ ഉള്ള പള്ളിയിലാണ് മിസ്റ്റർ മാത്യുവിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ശാന്തമായി അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. മിസ്സിസ് മാത്യു, ഞാൻ നിങ്ങളുടെ മാനേജരല്ലേ? ഇത്തരം കാര്യങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണ്? നിങ്ങൾ എന്റെ മാനേജർ മാത്രമല്ല ശങ്കരൻകുട്ടി, എന്റെ ഒരാശ്വാസമാണ്. എന്റെ മനസ്സിൽ ഞാൻ ഒളിച്ചു വെച്ച് അനുഭവിക്കുന്ന ഒരാനന്ദമാണ്. എന്റെ മറ്റൊരു ഹൃദയഭാരമാണ്. സന്ധ്യയോടുകൂടി പള്ളിയുടെ അടുത്തുള്ള സെമിത്തേരി വരെ വരണം. ഞാനവിടെ കാണും. വരില്ലേ? വരാം. ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരെ ആരും കാണത്തില്ല. ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ ആരും കാണില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട്. വേണോ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വേഗം വാ. വല്ലരും കാണും. ഇങ്ങോട്ട് അടുത്ത് വാ. ഒന്ന് വേഗം വാ. ഇങ്ങോട്ടിരിക്കും സാറേ. ജസ്റ്റിക മാറ്റാം. വെള്ളം ചേർക്കാൻ അടിച്ചു. എനിക്ക് വേണ്ട. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വെറുതെ വന്നതാ. ഓ, നിങ്ങൾക്ക് വേറെ വല്ല ഉദ്ദേശവും ഉണ്ടായിരിക്കും. ഞാനൊരാളിനെ അന്വേഷിച്ചു വന്നത്. അറിയാ സാറേ? സരസ്വതി മാത്യു. എന്റെ അറിയോ? കൊള്ളാം. അവരെ അറിയാത്തവരാരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ? എന്താ പേര്? മായ. എന്താ പേര് ഇഷ്ടപ്പെട്ടോ? നിന്റെ പേര് ഇഷ്ടപ്പെട്ടു, നിന്റെ രൂപവും ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ തൊഴിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോട്ടെ. സാർ എനിക്കൊന്നും തരാതങ്ങ് പോവാണോ? നിനക്കെന്താ ഞാൻ തരുന്നേ? ആ നിൽക്കുന്നതല്ലേ സരസ്വതി മാത്യു? അതെ. അയ്യോ, നിങ്ങൾ എന്നെ വിടാൻ. ദ്രോഹി, പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പള്ളി വെച്ചിട്ട് മരം മേലുന്നയോ? അയ്യോ, എന്നെ വിടാൻ. അയ്യോ, എന്നെ വിടാൻ. അയ്യോ, എന്നെ കയറി പിടിക്കുന്നേ. മാന്യന്മാരായിട്ട് നടക്കുക. അയ്യോ, തന്നെ കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് കളക്കാരൻ കുടിക്കാനും പെണ്ണു പിടിക്കാനും ഇറങ്ങിയിരിക്കാം. ഇവൾ എന്നെ കയറി പിടിച്ചതാ. അയ്യോ, ഏമാന്നെ. എന്താ കാര്യം? ഇവിടെ കളക്കാരെ വിളിക്കണം. നിനക്കെന്ത് വേണ്ടേ? ഇങ്ങനെ എന്നെ കയറി പിടിച്ചു. അസത്തെ, നിങ്ങൾ വന്നതോ ഇവള് വന്ന എന്തിനാണെന്ന് എനിക്കറിയാം. വരൂ ശങ്കരൻകുട്ടി. അയ്യോ, എനിക്ക് എഴുത്ത് വായന അറിയത്തില്ല. വായിക്കണ. നിങ്ങളുടെ സ്വർണത്തിനും മേടിക്കും കളപിടിച്ചിരിക്കുന്നു. ആ കള നിങ്ങൾക്കെതിരായിട്ട് സാധ്യമായി. അത് തീപോലെ നിങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കും. അന്ധകാലത്തേക്ക് നിങ്ങൾ കൊവാട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. വച്ചിരിക്കുകയാണ്. നിങ്ങൾ നീതിമാനെ വിധിക്കുകയും വധിക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് എതിർത്തില്ല. എന്റെ മുന്നിലെ കൊന്നു. കണ്ണുള്ളവൻ കാണട്ടെ, കാലുള്ളവൻ കേൾക്കട്ടെ.
എന്റെ മുഖത്തെന്താണ്? എന്റെ അമ്മ കൊച്ചമ്മ എന്നെ പിടിച്ചിരുത്തി വേദപുസ്തകം വായിപ്പിച്ചു. വായിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ മോന്തയൊക്കെ പാതി കീറി. അകത്ത് പോയി മുറിവിനുള്ള മരുന്നെടുത്ത് തരട്ടെ. തടിയിൽ എഴുത്ത് ഇവിടെ ഒരാൾ കൊണ്ട് തന്നു. ശങ്കരകുട്ടി, എനിക്കൊരു കാര്യം പറയണം. എന്റെ കിടക്കമുറിയിലേക്ക് പോ. വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം. എന്റെ മുറിയിൽ വന്നിരിക്കുന്നതിൽ വിരോധമുണ്ടോ? ഒരു മാനേജരോടെന്ന പോലെയല്ല നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. അത് ശരിയല്ല. ഞാൻ എന്ത് ചെയ്യും ശങ്കരകുട്ടി? നിങ്ങളോട് ഒരു മാനേജറിനെ പോലെ പെരുമാറാൻ എനിക്ക് കഴിയുന്നില്ല. വായിച്ചു നോക്കൂ. ഈ കത്തെഴുതിയിരിക്കുന്ന പപ്പുണ്ണിയെ നിങ്ങൾ അറിയുമോ? എന്റെ ഭർത്താവിന്റെ ആശ്രിതനായിരുന്നു, ഒരു നല്ല മനുഷ്യൻ. ശങ്കരൻകുട്ടിയെ അയാൾ പിരിച്ചുവിടണമെന്ന് എഴുതിയതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ശങ്കരൻകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ, ആ കുട്ടി ഏതാണ്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശങ്കരൻകുട്ടി സ്നേഹിക്കുന്ന പെണ്ണിനെ മറക്കുന്നവനല്ല. അല്ല. നാളെയാണ് എസ്റ്റേറ്റ് മുതലാളിമാരുടെ കോൺഫറൻസ്. ജോൺ സെബാസ്റ്റ്യന്റെ ബംഗ്ലാവിൽ വെച്ചാണ്. 10 മണിക്ക് തന്നെ ശങ്കരൻകുട്ടി പോണം. എനിക്ക് പോരാ. പിടിച്ചോ പിടിച്ചോ. ആശാനെ, എന്നെ ഇവിടുന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷിക്കണം. ആശാന്റെ കൂടെ ഞാൻ വന്ന് താമസിച്ചോളാം കേട്ടോ. ആ ശരി, ഞാൻ ഈ താക്കോൽ കൊടുത്തിട്ട്. വേണ്ട, അവിടെ ഉണ്ടല്ലോ ഭയങ്കര മങ്കിയമ്മ. മങ്കിയല്ലടാ പങ്കി. എന്നാ പങ്കി വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നോളാം. എന്നാ അതാണ് നല്ലത്. പപ്പുണ്ണി, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിട്ട് വിളിച്ചത്? സാറിനെ ഇവിടെ വെച്ച് കാണണമെന്ന് വിചാരിച്ചു. പപ്പുണ്ണി, നിങ്ങൾ എത്ര വേഷമാണ് അഭിനയിക്കുന്നത്? ചിലപ്പോ മൂലാളിയുടെ ആളാണ്, ചിലപ്പോ യൂണിയൻ ഓഫീസർ കാണും, ചിലപ്പോ എന്റെ ആളാണ്, മറ്റു ചിലപ്പോ എന്നെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് കത്തെഴുതും. സത്യത്തിൽ നിങ്ങൾ ആരാണ്? സത്യത്തിൽ ഞാനൊരു മനുഷ്യനാണ് സാർ. സാർ ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. അന്ന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സാർ ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടത് എന്റെ സ്വന്തം കാര്യമാണ്, എന്റെ മകളുടെ ഭാവിക്ക് വേണ്ടി.
സാർ ഇനി ഇവിടെ നിന്നാൽ ആളുടെ ജീവന് വരെ അപകടമാണ്. അതാണ് ഞാൻ സരസ്വതി കൊച്ചമ്മയ്ക്ക് അങ്ങനെ എഴുതിയത്. നിങ്ങളാണ് മാത്യുവിനെ കൊന്നതെന്ന് എന്നോട് പറഞ്ഞില്ലേ? സാർ ഈ എസ്റ്റേറ്റിൽ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ സരസ്വതി കൊച്ചമ്മയെ പറ്റി പലതും കേട്ടത് വരാം. അവരെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതാ. സാറ് സൂക്ഷിക്കണം. ഞാൻ പോട്ടെ.